ഏവർക്കും +1 എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2023 സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 14 ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഇക്വേഷൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി 2023 സിലബസിൽ എക്സാമിനേഷന് വേണ്ടി പരിഗണിക്കുന്ന പോർഷൻസ് എല്ലാം വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ വൈകിയ വേളയിൽ നിങ്ങൾ എക്സാമിനേഷന് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഏത് ക്ലാസ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? റിവിഷൻ ക്ലാസ്സസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ 14 ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സസ് ജസ്റ്റ് 32 എപ്പിസോഡുകളിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ജസ്റ്റ് 15 അവേഴ്സ് കൊണ്ട് കണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിൽ 14 ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ റിവിഷൻ ക്ലാസ് കണ്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് 100% ഷുവറാണ്. ആ പ്ലേലിസ്റ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. അതിന്റെ ഡിസ്കഷൻ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഷുവറാണ് 100% മാർക്ക്. 1-2 ചാപ്റ്റർ ചെറുതായിട്ട് നിങ്ങൾ എന്താണ് സെലക്ട് ചെയ്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും, നോ ഡൗട്ട്. ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് പഠിക്കാം. A+ 100% ഷുവറാണ്. എന്നാൽ ചില കുട്ടികൾക്ക് ഇതെല്ലാം പഠിക്കാൻ സാധിക്കില്ല. സെലക്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഓരോ ചാപ്റ്ററിലെയും 1-2 ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയ ഒരു സീരീസ് ആണ്. അത് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും 45 മാർക്സ് മിനിമം കിട്ടും. തീർച്ചയായും ഞാൻ പരാജയപ്പെട്ടു, എനിക്കൊന്നും അറിയില്ല, ഇതുവരെ ഒന്നും പഠിച്ചില്ല എന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ എന്ന് വിശ്വസിച്ച് നിരാശരായിരിക്കുന്ന കുട്ടികൾ ആ സീരീസിലെ ക്ലാസ് കാണും. തീർച്ചയായും ചിലപ്പോൾ A+ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ലക്ഷ്യം ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസും അതുപോലെ കീ പോയിന്റ്സും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷന് ഇത് സഹായകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? സെറ്റ്സ്. സെറ്റ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് ആൻഡ് ഇക്വേഷൻസ്. ഫസ്റ്റ് കീ പോയിന്റ്: ഇഫ് എ സെറ്റ് ഹാസ് n elements, then total number of subsets is 2n. ഒരു സെറ്റിൽ n elements ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് കാണുന്ന ഫോർമുല എന്താണ്? 2n. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പലപ്പോഴും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഈ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇഫ് എ സെറ്റ് ഹാസ് 5 elements, then total number of subsets is dash. എന്തായിരിക്കും ആൻസർ? 2^5, which is equal to 32. Okay. Next, point number 2. If a subset of B, then A union B equal to dash. A subset of B എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. B is the largest set. സോ യൂണിയൻ വരുമ്പോൾ എല്ലായ്പ്പോഴും ലാർജർ സെറ്റ് ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. വലിയ സെറ്റ് എഴുതുക. എ യൂണിയൻ ബി ഈക്വൽ ടു എന്താണ്? സെറ്റ് ബി. അതേസമയം എ ഇന്റർസെക്ഷൻ ബി ചോദിക്കുകയാണെങ്കിൽ സ്മോളർ സെറ്റ് ആണ് എഴുതേണ്ടത്. ഇന്റർസെക്ഷൻ മീൻസ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ചെറിയ സെറ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി എങ്കിൽ എ യൂണിയൻ ബി എഴുതുമ്പോൾ ലാർജർ സെറ്റ് എഴുതുക. എ ഇന്റർസെക്ഷൻ ബി എഴുതുമ്പോൾ ചെറിയ സെറ്റ് എഴുതുക. ഓക്കെ. Point number 3. Two sets A and B are disjoint. Then condition എന്താണ്? A intersection B equal to null set. രണ്ട് സെറ്റിന് കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അത്തരം സെറ്റുകളെ നമ്മൾ എന്ത് പറയും? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയും. പോയിന്റ് നമ്പർ 4. A യൂണിയൻ എ കോംപ്ലിമെന്റ്. എ എന്ന സെറ്റും എ എന്ന സെറ്റിലെ ഇല്ലാത്ത എലമെന്റ്സ് തമ്മിൽ യൂണിയൻ എടുക്കുമ്പോൾ ലാർജർ സെറ്റ്, ഏറ്റവും വലിയ സെറ്റ്, ദാറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഈക്വൽ ടു യു, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. അതേസമയം എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ് ആണ് എ കോംപ്ലിമെന്റ്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് നൾ സെറ്റ്. യു ഇന്റർസെക്ഷൻ എ, യു മീൻസ് യൂണിവേഴ്സൽ സെറ്റ്. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സ്മോളർ സെറ്റ് എഴുതുക. സ്മോളർ സെറ്റ്, ദാറ്റ് ഈസ് എ. യു യൂണിയൻ എ, യൂണിയൻ എഴുതുമ്പോൾ എല്ലായ്പ്പോഴും വലിയ സെറ്റ് എഴുതുക. സോ ആൻസർ യൂണിവേഴ്സൽ സെറ്റ് യു. നെക്സ്റ്റ്, ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി.
എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അടങ്ങുന്നതാണ് ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി. ക്ലോസ്ഡ് ഇന്റർവൽ 3,5 എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 വരെയുള്ള എല്ലാ റിയൽ നമ്പറും ആ ഇന്റർവലിനകത്ത് അടങ്ങും എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയാം. നെക്സ്റ്റ് ഓപ്പൺ ഇന്റർവൽ എ കോമ ബി ഡെഫിനിഷൻ x such that x element of R a less than x less than b. ഓപ്പൺ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. എയും ബിയും ഇൻക്ലൂഡഡ് അല്ല, അത് എക്സ്ക്ലൂഡഡ് ആണ്. എയും ബിയും പോയിട്ട് അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും ഈ ഇന്റർവലിനകത്ത് ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഓപ്പൺ ഇന്റർവൽ 1,4 എന്ന് പറഞ്ഞാൽ x such that x element of 1 less than x less than 4 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ എ കോമ ബി. അപ്പൊ ലെഫ്റ്റ് ക്ലോസ്ഡ് മീൻസ് ലെഫ്റ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ എ എന്ന പോയിന്റ് ഇൻക്ലൂഡഡ് ആണ്, ബി ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ എങ്ങനെ എഴുതും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ക്ലോസ്ഡ് വരെയാണെങ്കിൽ എന്ത് വരണം? ഈക്വൽ ടു താഴെ വരണം. ഓക്കെ, ഓപ്പൺ ആണെങ്കിൽ സ്ട്രിക്ട്ലി ആയിരിക്കും എഴുതേണ്ടത്. ഇത് ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് എ കോമ ബി, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, ഡിമോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ പലപ്പോഴും എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. ഇവിടെ റിസൾട്ട് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. യൂണിയൻ വരുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്റർസെക്ഷൻ ആവും. സിമിലർലി എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ എന്ന ഒരു റിസൾട്ട് കൂടെ ഉണ്ട്. അത് സിമ്പിൾ റിസൾട്ട് ആണ്. ഓക്കെ, അതുപോലെ എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം, ബി എന്ന സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് എ മൈനസ് ബി. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാകണം, എയിൽ ഉണ്ടാകാൻ പാടില്ല. എ യൂണിയൻ ബി മീൻസ് എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന സെറ്റ്. ഇത്രയും കാര്യങ്ങൾ കൂടെ അറിഞ്ഞാൽ സെറ്റ് എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് കീ പോയിന്റ്സും ആയിക്കഴിഞ്ഞു. തീർച്ചയായും ഈ ചാപ്റ്ററിന് 7 മാർക്കിനാണ് ഈ വർഷത്തെ എക്സാമിനേഷൻ ചോദിക്കുന്നത്. ആ 7 മാർക്സും ഈ റിസൾട്ടുകൾ ഓർത്തിരുന്നാൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് കീ പോയിന്റ്, if ordered pair a comma b equal to ordered pair c comma d, then a equal to c and b equal to d. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ്സ് ഈക്വേറ്റ് ചെയ്യാം. എക്സ് കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കും. എ ഈക്വൽ ടു സി എന്ന് എഴുതാം. സിമിലർലി വൈ കോർഡിനേറ്റ്സും ഈക്വൽ ആയിരിക്കും. ബി ഈക്വൽ ടു ഡി എന്ന് എഴുതാം. നെക്സ്റ്റ്, ഇഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ ഈക്വൽ ടു പി and number of elements in the set B equal to Q, then number of elements in A cross B, A cross B യിലെ elements എന്തായിരിക്കും? അതെന്തായിരിക്കും? P into Q. A എന്ന സെറ്റിൽ 5 എലമെന്റും ബി എന്ന സെറ്റിൽ 3 എലമെന്റ്സും ഉണ്ടെങ്കിൽ A cross B യിലെ എലമെന്റ്സിന്റെ എണ്ണം 3 into 5, 15 ആയിരിക്കും ആൻസർ. A cross B എന്ന് പറഞ്ഞാൽ set of all ordered pair A comma B such that small letter A element of capital A and small letter B element of capital B. A cross B യിലെ elements എല്ലാം എന്തായിരിക്കും? ഓർഡേർഡ് പേഴ്സ് ആയിരിക്കും. A cross B കാണാനും A cross A കാണാനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്, വൺ വേർഡ് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. n of A equal to P, n of B equal to Q, then the number of relations from A to B. എ എന്ന സെറ്റിൽ പി എലമെന്റ്സും ബി എന്ന സെറ്റിൽ ക്യൂ എലമെന്റ്സും ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഈസ് 2 റൈസ് ടു പി ക്യൂ. 2 റൈസ് ടു പി ക്യൂ. എ എന്ന സെറ്റിൽ 3 എലമെന്റ്, ബി എന്ന സെറ്റിൽ 2 എലമെന്റ് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ഈക്വൽ ടു 2 റൈസ് ടു 3 into 2, 2 റൈസ് ടു 6, that is equal to 64 എന്ന് എഴുതാം. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. നെക്സ്റ്റ്, ചില സ്റ്റാൻഡേർഡ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയുന്നത് -1 when x less than 0, 0 when x equal to 0, 1 when x greater than 0.
സോ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലായ്പ്പോഴും -1. എഫ് ഒരു സിഗ്നം ഫംഗ്ഷൻ ആണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് -3? ആൻസർ എന്തായിരിക്കും? -1. എഫ് ഓഫ് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ ആൻസർ എല്ലായ്പ്പോഴും -1. എഫ് എന്ന് പറയുന്ന സിഗ്നം ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് 100 എന്തായിരിക്കും? എഫ് ഓഫ് 100 എന്തായിരിക്കും? +1. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും 1. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 0. ഈ ഡെഫിനേഷൻ യൂസ് ചെയ്ത് എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഈ വർഷവും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, സിഗ്നം ഫംഗ്ഷന്റെ ഡൊമൈൻ. ഏത് റിയൽ നമ്പറിനും എല്ലാ റിയൽ നമ്പറിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസറിന്റെ സെറ്റ്. 3 നമ്പർ മാത്രമേ ആൻസർ ആയിട്ടുള്ളൂ. ഏതാ? -1, 0, 1. സോ റേഞ്ച് ഈക്വൽ ടു സെറ്റ് -1, 0, 1. ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ. നെക്സ്റ്റ്, മോഡുലസ് ഫംഗ്ഷൻ f of x equal to x when x greater than or equal to 0, -x when x less than 0. ഇവിടെയും എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ R. റേഞ്ച് നിങ്ങൾക്കറിയാം, വി ഷേപ്പ് ആണ്. 0യുടെ മേളിലോട്ട്, 0 മുതൽ മേളിലോട്ട് മാത്രമേ y വാല്യൂസ് ഉള്ളൂ. സോ റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ 0, mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0, എന്നാൽ mod x +1 ഔട്ട്സൈഡ് +1 വന്നാൽ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 1, y ആക്സിസിൽ 1 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. mod x +2 ആണെങ്കിൽ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 2, ആയിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ജനറൽ റിസൾട്ടൂടെ പരിചയപ്പെടുത്തുന്നു. x² x⁴ x�6 ഇത്തരം പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ R ആയിരിക്കും. റേഞ്ച് എല്ലായ്പ്പോഴും ക്ലോസ്ഡ് ഇന്റർവൽ 0, ഇതിന്റെ എല്ലാം ഷേപ്പ് യു ഷേപ്പ് ആയിരിക്കും. 0യിൽ കർവ് ചെയ്ത് പോകുന്ന ഫിഗർ ആണ് ഇതിന് കിട്ടാറ്. സോ x⁴2n ഈവൻ പവേഴ്സ് വരുമ്പോൾ എന്ത് കിട്ടും? റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0, എന്നാൽ ഓഡ് പവേഴ്സ് വന്നാൽ x³ x⁵ വന്നാൽ ഡൊമൈൻ മാറ്റമില്ല, ക്യാപിറ്റൽ R. എന്നാൽ റേഞ്ച് എന്ന് പറയുന്നത് എന്തേ കിട്ടത്തുള്ളൂ? ക്യാപിറ്റൽ R. കാരണം ഫുൾ ആക്സിസിൽ നമുക്ക് ഇമേജസ് കണ്ടെത്താൻ സാധിക്കും. ഈവൻ പവേഴ്സ് ആണെങ്കിൽ 0 മുതൽ അതിന് മേളിലോട്ട് മാത്രമേ y വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യൂ. ഇവിടെ കംപ്ലീറ്റ് പ്ലേസസിലും y വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. സോ റേഞ്ച് ഈസ് ആൾസോ ക്യാപിറ്റൽ R. നെക്സ്റ്റ്, വാല്യൂ ഓഫ് ഫംഗ്ഷൻ. അതുമായി ബന്ധപ്പെട്ട ഓൾജിബ്ര ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോപ്പർട്ടി. f+g ഓഫ് x എന്ന് പറഞ്ഞാൽ f of x plus g of x. എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ആണ്. അതേപോലെ f-g ഓഫ് x എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? f of x minus g of x എന്ന് എഴുതാം. f into g of x എന്ന് പറഞ്ഞാൽ f of x into g of x എന്ന് എഴുതാം. സിമിലർലി f/g of x എന്ന് പറഞ്ഞാൽ f of x by g of x എന്ന് എഴുതാം. f of x equal to x², g of x equal to 2x. ഫൈൻഡ് f+g എന്ന് പറഞ്ഞാൽ f of x plus g of x. അത് നമ്മൾ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ്, ഇഫ് f from a to b is a function, then domain of f equal to set A ആയിരിക്കും. കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ബി ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റ് എയും കോഡൊമൈൻ സെറ്റ് ബിയും ആയിരിക്കും. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ y വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 3, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഒത്തിരി റിസൾട്ടുകൾ ഓർത്തിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. മസ്റ്റായിട്ട് പഠിക്കുക. +1 മാത്രമല്ല +2 നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും ഉപയോഗപ്പെടും. സോ നിർബന്ധമായും ഈ ചാപ്റ്ററിലെ റിസൾട്ടുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് കീ പോയിന്റ്, 1 ഡിഗ്രി ഈക്വൽ ടു π/180 റേഡിയൻ. അതായത് 30 ഡിഗ്രി വന്നാൽ അതിനെ എങ്ങനെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യും? 30 into π/180. ആൻസർ π/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഡിഗ്രി റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. തിരിച്ച് 1 റേഡിയൻ ഈക്വൽ ടു 180/π. അതായത് റേഡിയനിൽ തന്നാൽ അതിനെ ഡിഗ്രിയിലോട്ട് എങ്ങനെ മാറ്റും? ഇപ്പൊ π/4 അതിനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ π/4 into 180/π. പൈയും ക്യാൻസൽ ചെയ്ത് പോയി 180/4 എന്ത് കിട്ടും? 45. ഇത്തരത്തിൽ കൺവെർഷൻ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഡിഗ്രിയിൽ തന്നാൽ റേഡിയനിലോട്ട് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ,
Key point 2. Length of an arc. ഒരു ആർക്കിന്റെ ലെങ്ത് കാണുന്ന ഫോർമുല L equal to R into theta, where R is the radius of the circle and theta is the central angle. റേഡിയസും സെൻട്രൽ ആംഗിളും തന്നാൽ ലെങ്ത് ഓഫ് ആൻ ആർക്ക് കാണുന്ന ഫോർമുല L equal to R into theta. ചില സ്റ്റാൻഡേർഡ് വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടെത്താം, എങ്കിലും ഇതൊന്ന് ഓർത്തിരിക്കുന്നതാണ് നല്ലത്. 10ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 30 ഡിഗ്രി വാല്യൂ എന്താണ്? 1/2. സൈൻ 30 1/2 ആണെങ്കിൽ ഉടൻ കോസ് 60 അതിന്റെ ആൻസർ 1/2 ആയിരിക്കും. ഓക്കെ, അത് റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്ത് എഴുതാൻ സാധിക്കും. സൈൻ 30 1/2, സൈനിന്റെ വാല്യൂ പഠിക്കുമ്പോൾ കോസിന്റെ വാല്യൂ കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. സൈൻ 30 1/2 ആണെങ്കിൽ കോസ് 60 ഈസ് ആൾസോ 1/2. നെക്സ്റ്റ് സൈൻ 60 √3/2 എങ്കിൽ എന്തിന്റെ വാല്യൂ √3/2 ആയിരിക്കും? കോസ് 30, 60 + 30 90 കിട്ടണം, അത്രേ ഉള്ളൂ. ഓക്കെ, കോസ് 30 എന്ന് പറയുന്നത് √3/2. സൈൻ 45 ഈക്വൽ ടു 1/√2. അപ്പോൾ കോസ് 45ഉം 1/√2, കാരണം 45 + 45 90 കിട്ടത്തില്ലേ? സോ സൈനിന്റെയും കോസിന്റെയും വാല്യൂ ഈക്വൽ ആകുന്നത് ഏത് ആംഗിളിൽ? 45 ഡിഗ്രി. സൈൻ 45 ഈക്വൽ ടു കോസ് 45 ഡിഗ്രി ഈക്വൽ ടു 1/√2. സൈൻ 90 ഈക്വൽ ടു 1. അപ്പോൾ 90യിലൂടെ എന്താ ചെയ്താലാണ് 90 കിട്ടുന്നത്? 0. അപ്പൊ കോസ് 0 ഈസ് ആൾസോ 1. ചുരുക്കി പറഞ്ഞാൽ സൈൻ വാല്യൂസ് ഓർത്തിരുന്നാൽ കോസ് വാല്യൂസ് നമുക്ക് എഴുതാൻ സാധിക്കും. സൈനും കോസും അറിയാമെങ്കിൽ ടാൻ വാല്യൂ എഴുതാൻ സാധിക്കും. ഇപ്പൊ ടാൻ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30/cos 30. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/√3 എന്ന് കിട്ടും. അതുപോലെ ടാൻ 45 എന്ന് പറഞ്ഞാൽ സൈൻ 45/cos 45 1 എന്ന് കിട്ടും. സോ ഒന്നോ രണ്ടോ വാല്യൂസ് ആയിരിക്കും നമുക്ക് എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്ത് സൈഡിൽ നിങ്ങൾക്ക് വാല്യൂ കണ്ടെത്താൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ഈ 5 വാല്യൂസ് എങ്കിലും കാണാതെ പഠിച്ചിരിക്കുക, സാധിക്കുമെങ്കിൽ കൂടുതൽ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് വൺ, സിക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, സി സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. സിമിലർലി ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സിക് സ്ക്വയർ തീറ്റ മൈനസ് 1. അങ്ങനെ രണ്ട് ഫോർമുലയുടെ കണ്ടെത്താം. നെക്സ്റ്റ് വൺ, കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇതിൽ നിന്ന് കൊസിക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ, കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1. അങ്ങനെ 9 ഫോർമുലകൾ ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഓർത്തിരിക്കുക, ഭാവിയിലും ഉപകാരപ്പെടുന്ന 3 റിസൾട്ട് ആണ്. നെക്സ്റ്റ്, ജനറൽ റിഡക്ഷൻ ഫോർമുല. സൈൻ 2nπ പ്ലസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ, പൈ മീൻസ് 180 ഡിഗ്രി ആണ് കേട്ടോ. സൈൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ പ്ലസ് എക്സ് വന്നാൽ ആൻസർ എപ്പോഴും സൈൻ എക്സ് ആയിരിക്കും. അല്ലെങ്കിൽ സൈൻ 360യുടെ മൾട്ടിപ്പിൾ പ്ലസ് തീറ്റ. 2π എന്ന് പറഞ്ഞാൽ പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. 2 × 180 360. n എന്ന് പറയുന്നത് z ആണ്, ഇൻഡിജർ. അപ്പൊ 360യുടെ മൾട്ടിപ്പിൾ പ്ലസ് എക്സ് വന്നാൽ എപ്പോഴും ആൻസർ സൈൻ എക്സ്. ഇത് കോസിനും ബാധകമാണ്. കോസ് 2nπ പ്ലസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും. ടാൻ ആണെങ്കിൽ ഈവൻ മൾട്ടിപ്പിൾ ആവശ്യമില്ല, ജസ്റ്റ് nπ. ടാൻ nπ പ്ലസ് എക്സ് ഈസ് ഓൾവേസ് ടാൻ എക്സ്. അതായത് ടാനിന്റെ മൾട്ടിപ്പിൾ ഓഫ് പൈ വന്നാൽ തന്നെ ആൻസർ ടാൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ടാൻ nπ പ്ലസ് എക്സ് ഈസ് ഓൾവേസ് ടാൻ എക്സ്. അപ്പോൾ ഈ ഒരു 2 റിസൾട്ട് ആണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് റിഡക്ഷൻ ഫോർമുല വഴി വാല്യൂസ് കണ്ടെത്തുമ്പോൾ അത് ഉപകാരപ്പെടും. നെക്സ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ. ഇത് യൂസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും താഴോട്ട് പറയുന്ന ഫോർമുലകൾ ഉപയോഗിച്ച്. എല്ലാം കാണാതെ പഠിക്കുക. ഷോർട്ട് കട്ടുകൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. നോക്കിക്കോളൂ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുല എന്ന് അറിയപ്പെടുന്ന 4 ഫോർമുല. സൈൻ എ പ്ലസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി, മേളത്തെ അതേ ഫോർമുല സെന്ററിൽ മൈനസ് കൊടുത്താൽ മതി. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പഠിച്ചാൽ അടുത്തത് ഫ്രീ ആണ്. ഓക്കെ, കോസ് എ പ്ലസ് ബി ഓർത്തിരിക്കുക. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് വരുമ്പോൾ സ്വഭാവം മാറും.
cos a plus b. ഇങ്ങനെയൊക്കെ ചില ട്രിക്കുകൾ ഓർത്തിരുന്നാൽ മാത്രമേ ഫോർമുല മനസ്സിൽ നിൽക്കത്തുള്ളൂ. കോസ് വരുമ്പോൾ സ്വഭാവം മാറും, പ്ലസ് വന്നാൽ സെന്ററിൽ മൈനസ് വരും. cos a plus b, cos a cos b മൈനസ് sin a sin b. നെക്സ്റ്റ് പ്ലസ് വന്നാൽ അടുത്ത മൈനസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് cos a minus b ഈക്വൽ ടു അതേ സ്വഭാവം cos a cos b, സെന്ററിൽ സ്വഭാവം മാറുന്നു cos a cos b പ്ലസ് sin a sin b. ഓർത്തിരിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ ആൾസോ tan a plus b, tan a plus tan b by 1 minus tan a into tan b. നെക്സ്റ്റ് tan a minus b, പ്ലസ് ഇട്ടെടുത്ത് മൈനസ് കൊടുക്കുക, മൈനസ് ഇട്ടെടുത്ത് പ്ലസ് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. tan a minus b equal to tan a minus tan b by 1 plus tan a into tan b. ഓക്കെ, നെക്സ്റ്റ് ഓർത്തിരിക്കേണ്ട വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഞാൻ അത് റിവിഷൻ ക്ലാസ്സിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ആ ലെങ്തി മെത്തേഡ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. sin a plus sin b equal to 2 sin a plus b by 2 into cos a minus b by 2. Similarly, sin a minus sin b ഇതിനെ തിരിച്ചെഴുതുക 2 cos a plus b by 2 into sin a minus b by 2. ആദ്യത്തെ ആംഗിൾ എപ്പോഴും a plus b by 2, രണ്ടാമത്തെ ആംഗിൾ എല്ലായ്പ്പോഴും a minus b by 2. cos a plus cos b 2 cos a plus b by 2 into cos a minus b by 2. cos a minus cos b minus 2 sin a plus b by 2 into sin a minus b by 2. ഇതെന്താണ്, ഇതെങ്ങനെ പഠിക്കും എന്ന് കൺഫ്യൂഷനിലൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. s plus s equal to 2sc, s minus s equal to 2cs, c plus c equal to 2cc, c plus c equal to 2cc full of c, c plus c വന്നാൽ full of c, c minus c minus 2ss എന്ന് പറഞ്ഞാൽ സം ആൻഡ് ഡിഫറൻസ് ഫോർമുലയിൽ ആംഗിൾ എ ബി ആദ്യം ആൻസർ എഴുതുമ്പോൾ ആദ്യത്തെ ആംഗിൾ a plus b by 2, രണ്ടാമത്തെ ആംഗിൾ എല്ലായ്പ്പോഴും a minus b by 2. ഈ റിലേഷൻ ഓർത്തിരുന്നാൽ മതി. എന്താണ്? s plus s equal to 2sc, s minus s തിരിച്ചു വരും 2cs, c plus c full of c 2cc കഴിഞ്ഞു. c minus c minus 2ss. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ഈ റിസൾട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ്. ഈ വർഷത്തെക്കാളും ഭാവിയിലാണ് ഉപകാരപ്പെടുന്നത്. ഈ വർഷം ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, sin 2x equal to 2 sin x cos x. മറ്റൊരു ഫോർമുല sin 2x equal to 2 tan x by 1 plus tan square x. നെക്സ്റ്റ് cos 2x ന്റെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ്. ഫസ്റ്റ് വൺ cos square x minus sin square x, മറ്റൊന്ന് 1 minus 2 sin square x, മറ്റൊന്ന് 2 cos square x minus 1, മറ്റൊന്ന് 1 minus tan square x by 1 plus tan square x. മറ്റൊന്ന് ഇനിയില്ല. ഈ 4 ഫോർമുലയിൽ പല സ്ഥലത്ത് പല സാഹചര്യത്തിൽ യൂസ് ചെയ്യേണ്ടി വരും. 4ഉം ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. പ്രത്യേകിച്ച് പ്ലസ് ടുവിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഫോർമുലാസ് ആണ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ്. നെക്സ്റ്റ് വൺ tan 2x equal to 2 tan x by 1 minus tan square x. ഇതേ സംഗതി ഇവിടെ ഉണ്ട്. 2 tan x by 1 plus tan square x ആകുമ്പോൾ sin 2x, 2 tan x by 1 minus tan square x വരുമ്പോൾ ആൻസർ tan 2x. നെക്സ്റ്റ് വൺ sin 3x full of sin 3 sin x minus 4 sin cube x, cos 3x 4 cos cube x minus 3 cos x. ഇത് ഓർത്തിരിക്കണം, വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. tan 3x 3 tan x minus tan cube x by 1 minus 3 tan square x. സോ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല 2x 3x എല്ലാം കാണാതെ പഠിക്കുക. പൈ എന്ന് പറയുന്നത് ഡിഗ്രിയിലാക്കുമ്പോൾ 180 ഡിഗ്രി, പൈ ബൈ 3 180 by 3 60 ഡിഗ്രി, പൈ ബൈ 2 90 ഡിഗ്രി, പൈ ബൈ 4 45 ഡിഗ്രി, പൈ ബൈ 6 180 by 6 എന്താണ് 30 ഡിഗ്രി. അതൊന്ന് ഓർത്തിരിക്കുക. ഇത്രയുമാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ മസ്റ്റ് ആയിട്ട് 2023 സിലബസിനെ ബേസ് ചെയ്ത് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 4 സിലബസ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചാപ്റ്റർ നമ്പർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒഴിവാക്കി, പോളാർ ഫോം ഒഴിവാക്കി, വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റേജും കുറവാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ജസ്റ്റ് 4 മാർക്കിന്റെ ക്വസ്റ്റിനെ ചോദിക്കുകയുള്ളൂ. കോംപ്ലക്സ് നമ്പേഴ്സ്. ഇഫ് z equal to a plus ib, then real part of z equal to a, imaginary part of z equal to b. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? a plus ib,
വേർ I എന്ന് പറയുന്നത് √-1. I എന്ന് പറയുന്നത് എന്താണ്? √-1. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന് രണ്ട് പാർട്ട് ഉണ്ട്. ഐയുടെ കൂടെ ഇരിക്കുന്ന പാർട്ടിനെ ഇമാജിനറി പാർട്ട് എന്നും I ഇല്ലാത്ത പാർട്ടിനെ റിയൽ പാർട്ട് എന്നും പറയും. നെക്സ്റ്റ് വൺ, ഇഫ് Z equal to A plus IB, then conjugate of Z is denoted by Z bar and is defined as A minus IB. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. 2 plus 3i കോൺജുഗേറ്റ് എന്തായിരിക്കും? 2 minus 3i. 5 minus 2i കോൺജുഗേറ്റ് എന്തായിരിക്കും? 5 plus 2i. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, if Z equal to A plus IB, then modulus of Z, modulus of a complex number equal to root of A square plus B square, root of real part in the square plus imaginary part in the square. എന്താണ്? Z equal to A plus IB എങ്കിൽ mod Z root of real part in the square plus imaginary part in the square. Z equal to 3 plus 4i എങ്കിൽ mod Z എന്തായിരിക്കും? root of 3 square plus 4 square, root 25, that is equal to 5 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, ഈ വർഷം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. ഇഫ് Z equal to A plus IB, then Z inverse, multiplicative inverse of a complex number is denoted by Z raised to -1 and is defined as, അത് കാണുന്ന ഫോർമുല Z bar by mod Z square. അതായത് ഈ Z equal to A plus IB ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? മേലുണ്ട് A minus IB by ഈ mod Z ന്റെ സ്ക്വയർ, അതായത് A square plus B square. ആ ഫോർമുല ഓർത്തിരുന്ന് എക്കും ബിക്കും വാല്യൂസ് കൊടുത്താലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടെത്താം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇനി മറ്റൊരു ഐഡന്റിറ്റി കൂടെ ഉണ്ട്, ഓർത്തിരിക്കുക. A plus IB into A minus IB, ഇത് A plus IB, ഇത് A minus IB, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ A square plus B square എന്ന് കിട്ടും. കാരണം I സ്ക്വയറിന്റെ വാല്യൂ -1 ആയതുകൊണ്ടാണ്. A plus IB into A minus IB ഈക്വൽ ടു എന്താണ് റിസൾട്ട്? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഓർത്തിരിക്കുക, ഓർത്താൽ നന്ന്. നെക്സ്റ്റ്, പവേഴ്സ് ഓഫ് ഐയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. I ഈക്വൽ ടു എന്തിനാണ്? I തന്നെയാണ്, അതിന്റെ വാല്യൂ √-1. I സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1. I ക്യൂബ് എന്ന് പറഞ്ഞാൽ -1ന്റെ കൂടെ I മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ -i. അടുത്ത് I റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ I സ്ക്വയറിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് +1. I റൈസ് ടു 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ എല്ലായ്പ്പോഴും +1. I റൈസ് ടു 8 +1. I റൈസ് ടു 12 +1. I റൈസ് ടു 40 that is also 1. I റൈസ് ടു 100 that is also 1. I റൈസ് ടു 1000 that is also 1. I റൈസ് ടു 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ എല്ലായ്പ്പോഴും 1. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 6, ലീനിയർ ഇനിക്വാളിറ്റീസ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വെറും 3 മാർക്കാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. സോൾവ് ദ ഇനിക്വാളിറ്റി ആൻഡ് റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ റിസൾട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. അതിൽ ഫസ്റ്റ് കീ പോയിന്റ്, ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനിക്വാളിറ്റി. ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡും ഒരേ നമ്പർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. നോ ചേഞ്ച് ടു ദ ഇനിക്വാളിറ്റി. ഇനിക്വാളിറ്റിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അതുപോലെ ഒരു ലീനിയർ ഇനിക്വാളിറ്റി മീൻസ് ഫസ്റ്റ് ഡിഗ്രി ഇനിക്വാളിറ്റിയെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നോ പ്രോബ്ലം. എന്നാൽ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് മാത്രമാണ് സാധാരണ ഇക്വേഷൻസും ഇതും തമ്മിലുള്ള സിംപ്ലിഫിക്കേഷനുള്ള വ്യത്യാസം. എന്താണ്? ഒരു നെഗറ്റീവ് നമ്പർ ഒരു ലീനിയർ ഇനിക്വാളിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഇനിക്വാളിറ്റിയുടെ സൈൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഡിവൈഡ് ചെയ്താലും റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ ചോദിക്കും. അത് മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഫോർമുല പോലും പഠിക്കാനില്ലാത്ത ഒരു ചാപ്റ്ററാണ് ലീനിയർ ഇനിക്വാളിറ്റീസ്. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 7, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഒരു പോർഷൻ പോലും ഡിലീറ്റ് ചെയ്യാത്ത ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഫുള്ള് എക്സാമിനേഷന് പഠിക്കുക. ആദ്യം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ആ തീറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇഫ് ആൻ ഇവന്റ് ക്യാൻ ഒക്കർ ഇൻ m different ways, following which another event can occur in n different ways, then total number of occurrence of the events is m into n.
ഒരു സംഗതി m രീതിയിലും അതിനെ തുടർന്ന് മറ്റൊരു സംഗതി n രീതിയിലും വരികയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഒരു സംഗതി m രീതിയിലും മറ്റൊരു സംഗതി n രീതിയിലും മറ്റൊരു സംഗതി p രീതിയിലുമാണെങ്കിൽ ഇത് മൂന്നിന്റെയും തുടർച്ചയായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് അവയുടെ പ്രോഡക്റ്റ് m × n × p ആയിരിക്കും. ഓക്കെ, ആ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, n factorial. n factorial means product of first n natural numbers. That is, n factorial equal to 1 × 2 × 3 × etc. n minus 2 × n minus 1 × n. അല്ലേ, 1 × 2 × ഒന്ന് കൂട്ടുകൂടി അല്ലെ, 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ പ്രോഡക്റ്റ്, അതാണ് n factorial. ഇതിന്റെ റിവേഴ്സ് ഓർഡറിലും പറയാം. n factorial equal to തിരിച്ച് നേരെ ഇവിടെ തുടങ്ങാം, n × n minus 1 × n minus 2 etc. 3 to 1. അതായത് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ തിരിച്ച് 5 × 4 × 3 × 2 × 1 എന്ന് എഴുതാം. രണ്ടും സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, NPR. The number of permutations of n different objects taken r at a time is denoted by NPR. NPRന്റെ മീനിങ് എന്താണ്? n ഒബ്ജക്ട്സ് r വ്യത്യസ്തമായ ഐറ്റം വെച്ച് എത്ര വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാം. The number of permutation means arrangement. The number of permutation of n different objects taken r at a time. കാണുന്ന ഫോർമുല NPR and is equal to n factorial by n minus r factorial. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, റോസ് എന്ന് പറയുന്ന വേർഡിൽ 4 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിലെ ഏതെങ്കിലും 3 ലെറ്റർ യൂസ് ചെയ്ത് എത്ര വേർഡ്സ് ഫോം ചെയ്യാം എന്ന് ചോദിച്ചാൽ 4 എണ്ണം ഉണ്ട്, 3 എണ്ണം വെച്ചുള്ള അറേഞ്ച്മെന്റ്സ് 4p3 എന്ന് പറയാം. ഓക്കെ, ഇത്തിരി പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പൊ NPR കാണുന്ന ഫോർമുല മേളിലിരിക്കുന്നത് n ഫാക്ടോറിയൽ ബൈ ഇവയുടെ ഡിഫറൻസ് n മൈനസ് r ഫാക്ടോറിയൽ. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന റിസൾട്ട് NPN, that is n ഫാക്ടോറിയൽ. 5p5 ആണെങ്കിൽ 5 ഫാക്ടോറിയൽ, that's all. NB0 equal to 1. നെക്സ്റ്റ്, ഇവിടെ ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിലാണ് NBR equal to ഈ ഫോർമുല. ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്താൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കാണാനുള്ള ഫോർമുലയാണ് മോർ ഇമ്പോർട്ടന്റ്. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n objects where p1 objects are one kind, p2 are of second kind, p3 are of third kind is n factorial by p1 factorial into p2 factorial into p3 factorial. Total number of arrangements of n objects in which something is repeated p1 times, another one is repeated p2 times, another one is repeated p3 times. Then total number of arrangements or permutation കാണുന്ന formula n factorial by p1 factorial into p2 factorial into p3 factorial. അപ്പോൾ അലഹബാദ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് എത്ര വേർഡ്സ് ഫോം ചെയ്യാം? അപ്പൊ അലഹബാദിൽ മൊത്തം എത്ര ഒബ്ജക്റ്റ് ഉണ്ട്? 9, അതാണ് n. അതിൽ എ എന്ന് പറയുന്ന ലെറ്റർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? 4 പ്രാവശ്യം. അപ്പൊ p1 4. അടുത്ത എൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? 2 പ്രാവശ്യം. അപ്പൊ p2 2. വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഫോർമുല എന്തായിരിക്കും? 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. സോ അറേഞ്ച്മെന്റ്സ് എന്ന ഐഡിയ വരുമ്പോഴാണ് എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? പെർമ്യൂട്ടേഷൻ. എന്നാൽ സെലക്ഷൻ എന്ന ഐഡിയ വരുമ്പോൾ എന്താണ്? കോമ്പിനേഷൻ. n ആൾക്കാരിൽ നിന്ന് ആ ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഹൗ മെനി വേസ്? എന്തായിരിക്കും ആൻസർ? NCR. The number of combination of n objects taken r at a time. 5 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം, എത്ര വ്യത്യസ്തമായ രീതിയിൽ? എങ്കിൽ ആൻസർ 5C3. അല്ലെ, നമ്മുടെ കൈവശം 10 കുട്ടികളുണ്ട്, 8 പേരുടെ ഒരു ടീം സെലക്ട് ചെയ്യണം, എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? 10C8. അല്ലെ, ഒരു പാർട്ടിയിൽ 10 ആൾക്കാർ പങ്കെടുത്തു, അവർ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്, ഒരു ഷേക്ക് ഹാൻഡിന് 2 പേര് വേണം. സോ ആൻസർ 10C2. മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. NCR equal to n factorial by r factorial into n minus r factorial. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. NCR മേളത്ത് n factorial by ഈ താഴെയിരിക്കുന്നത് r factorial into അവയുടെ ഡിഫറൻസ് n minus r factorial. പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. NC01 NCN എന്ന് പറഞ്ഞാൽ 1, NCR equal to എന്തെന്ന് എഴുതാം? NCN minus r. Next one, very very important one. If NCA equal to NCB, then either A equal to B or N equal to A plus B.
NC8 equal to NC2, then n equal to എന്തായിരിക്കും a plus b, 8 plus 2, that is 10 എന്ന് എഴുതാം. അത്തരത്തിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഇത്രയുമാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടുകൾ. നെക്സ്റ്റ്, ബൈനോമിയൽ തിയറം, മറ്റൊരു ചെറിയ ചാപ്റ്റർ. മാക്സിമം 4 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഉള്ളൂ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി ബൈനോമിയൽ തിയറം അറിയണം, കാണാതെ ഒന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കുക. a plus b the whole raised to n, എന്താണ് ഫോർമുല? nc0, ഈ ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ a raised to n പ്ലസ് nc1, എയുടെ പവർ ഒന്ന് കുറയുന്നു, a raised to n minus 1 ഇൻറ്റു രണ്ടാമത്തെ ടേം എഴുതുക, പ്ലസ് nc2, ഈ ആദ്യത്തെ പവർ ഒന്ന് കുറഞ്ഞു പോകുന്നു, രണ്ടാമത്തെ പവർ ഒന്ന് കൂടി പോകുന്നു, പരിപാടി കഴിഞ്ഞു, nc2 a raised to n minus 2 ഇൻറ്റു b സ്ക്വയർ പ്ലസ് അടുത്തെന്തായിരിക്കും nc3 a raised to ഒന്ന് കുറയുന്നു n minus 3 ഇൻറ്റു b യുടെ പവർ ഒന്ന് കൂടുന്നു b ക്യൂബ് പ്ലസ് എക്സെട്ര, അങ്ങനെ a കുറഞ്ഞു ഇല്ലാതാകുന്നു, b മാക്സിമം പവറിലെത്തുന്നു പ്ലസ് എക്സെട്ര പ്ലസ് ncn b raised to മാക്സിമം പവർ n അല്ലെ, nc0 nc1 nc2 എക്സെട്ര ncn, they are called the binomial coefficients. Similarly a minus b the whole raised to n, nc0 a raised to n അല്ലെ, ഓൾട്ടർനേറ്റീവ് സൈൻ ചേഞ്ച് ചെയ്യുക, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ്. അടുത്ത ഇവിടെ എന്താണ്? പ്ലസ്. ഇവിടെ എന്താണ്? മൈനസ് nc1 a raised to n minus 1 into b പ്ലസ് അടുത്ത് nc2 a raised to n minus 2 b സ്ക്വയർ മൈനസ് എക്സെട്ര പ്ലസ്, ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് മൈനസ് 1 the whole raised to n ഇൻറ്റു ncn b raised to n. അതായത് ഇവിടെ n എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, ഈ n എന്നുള്ളത് ഓഡ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ്. Similarly 1 plus x the whole raised to n, ഓർത്തിരിക്കാൻ എളുപ്പമാണ്, nc0 plus nc1 x plus nc2 x square plus etc plus ncn x raised to n. അതേപോലെ 1 minus x the whole raised to n ആണെങ്കിൽ ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്യുക, ലാസ്റ്റിൽ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? മൈനസ് 1 the whole raised to n. One more result, a plus b the whole raised to n, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n plus 1. a plus b the whole raised to 5, എക്സ്പാൻഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 6 ആയിരിക്കും. ഓക്കെ, ആ റിസൾട്ട് വൺ വേർഡ് ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, സീക്വൻസസ് ആൻഡ് സീരീസ്, ചാപ്റ്റർ നമ്പർ 9, ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. ഭാഗ്യവശാൽ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, ജസ്റ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ? ഒരു പർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീക്വൻസ്, ദാറ്റ് ഈസ് കോൾഡ് ജോമെട്രിക് പ്രോഗ്രഷൻ. ആ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന നമ്പറിനെ പറയുന്ന പേര് കോമൺ റേഷ്യോ. ആ കോമൺ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആ. അത് കാണാനുള്ള ഫോർമുല സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം അല്ലെ, തൊട്ടപ്പുറത്തെ ടേമിൽ നിന്ന് ഇപ്പുറത്തെ ജസ്റ്റ് ഇപ്പുറത്തെ ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും എന്ത് കിട്ടും? കോമൺ റേഷ്യോ. ജനറലൈസ് ചെയ്ത് ഫോർമുല പറഞ്ഞു എന്ന് മാത്രം. കോമൺ റേഷ്യോ കാണുന്ന ഫോർമുല സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം. ഇനി ഒരു ജിപിയുടെ എന്ത് ടേം കാണുന്ന ഫോർമുല? വെരി ഇമ്പോർട്ടന്റ് വൺ, a ഇൻറ്റു r റൈസ് ടു n minus 1. ഒരു ജിപിയുടെ 10ാമത്തെ ടേം എന്തായിരിക്കും? a ഇൻറ്റു r റൈസ് ടു 9, ദാറ്റ്സ് ഓൾ. atn ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു n minus 1. നെക്സ്റ്റ്, സം ടു n ടേംസ് ഓഫ് എ ജിപി, ഒരു ജിപിയിലെ n ടേംസിന്റെ സം കാണുന്ന ഫോർമുല a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു n ബൈ 1 മൈനസ് r, where r ലെസ് ദാൻ 1. കോമൺ റേഷ്യോ ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ ഫോർമുല ഇതാണ്. കോമൺ റേഷ്യോ ഒന്നിനേക്കാളും വലുതാണെങ്കിൽ ഫോർമുല ഇത് തിരിഞ്ഞു വരും, a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. ആരാണോ വലുത് അവൻ ആദ്യം വരും, അത്രേ ഉള്ളൂ. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ? 1 ആണ് വലുതെങ്കിൽ 1 ആദ്യം, r ആണ് വലുതെങ്കിൽ ആദ്യം r എഴുതുക, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, if a comma b comma c are in gp, then square of middle term equal to product of first and third, b square equal to എന്തെന്ന് എഴുതാം? ac, a into c. നെക്സ്റ്റ്, ജോമെട്രിക് മീൻ ഓഫ് a and b, രണ്ട് നമ്പർ തന്നാൽ അതിന്റെ ജോമെട്രിക് മീൻ കാണുന്ന ഫോർമുല റൂട്ട് ab. സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് nth ടേം സം ടു n ടേംസ്, ഈ രണ്ട് റിസൾട്ടും വെരി ഇമ്പോർട്ടന്റ് വൺ. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 10, സ്ട്രെയിറ്റ് ലൈൻസ്. ഈ ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യത. ഒന്ന് സ്ലോപ്പുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് ഇക്വേഷൻ ഓഫ് ലൈനുമായി ബന്ധപ്പെട്ടത്. അതിൽ സ്ലോപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് എ ലൈൻ മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, then slope of the line is tan theta. ഒരു ലൈൻ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് tan 30, 1/√3 എന്ന് എഴുതാം. തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് tan theta.
Next one, very very important one. Slope of a line passing through the points x1, y1 and x2, y2 is. ഒരു സ്ട്രെയിറ്റ് ലൈനിലെ രണ്ട് പോയിന്റ് x1, y1 x2, y2 തന്നിരുന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 മൈനസ് y1, y കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുക, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ബൈ x കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. നെക്സ്റ്റ് വൺ, two lines are parallel if and only if their slopes are equal. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവയുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ഈസ് -1. അതായത് ഒരു ലൈൻ്റെ സ്ലോപ്പ് m1 മറ്റൊരു ലൈൻ്റെ സ്ലോപ്പ് m2 എങ്കിൽ m1 into m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1. Another important result, if m is the slope of a line, then slope of its perpendicular line is -1/m. ഒരു ലൈനിന്റെ സ്ലോപ്പ് 5 എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -1/5. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട്. An acute angle between the lines whose slopes m1 and m2 is tan theta equal to m2 minus m1 by 1 plus m1 into m2. രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട് m1 ഉം m2 എങ്കിൽ ആ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ട് ആംഗിൾ, അക്യൂട്ട് മീൻസ് 90 ഡിഗ്രിയേക്കാളും ചെറുതായിട്ടുള്ള ആംഗിൾ, ആ ആംഗിൾ കാണുന്ന ഫോർമുല tan theta equal to ഇപ്പൊ തന്നെ പഠിച്ചോളൂ m2 minus m1 by 1 plus m1 into m2. ഇത്രയുമാണ് സ്ലോപ്പുമായി ബന്ധപ്പെട്ട ഫോർമുല. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈനുമായി ബന്ധപ്പെട്ട ഫോർമുല 7ഉം 8ഉം നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് തന്നെയാണ്, ഇവിടെയും അത് പഠിക്കണം. Equation of a line passing through the point x1, y1 and slope m is y minus y1 equal to m into x minus x1. ഒരു പോയിന്റും സ്ലോപ്പും അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ പോയിന്റ് സ്ലോപ്പ് ഫോം എന്നറിയപ്പെടും. y minus y1 equal to m into x minus x1. Next one, equation of a line passing through the points x1, y1 and x2, y2. ഒരു സ്ട്രെയിറ്റ് ലൈനിലെ രണ്ട് പോയിന്റ് തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ 2 പോയിന്റ് ഫോം എന്നാണ് അറിയപ്പെടുന്നത്. y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. Next, if m is the slope and c is the y intercept, then equation of the line is y equal to mx plus c. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പും അതിന്റെ y ഇന്റർസെപ്റ്റും തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ y equal to mx plus c. Next, if a is the x intercept and b is the y intercept, then equation of the line is x by a plus y by b equal to 1. എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്, അതാണ് എക്സ് ഇന്റർസെപ്റ്റ്. അത് എയും y ഇന്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എക്സ് ബൈ എ പ്ലസ് y ബൈ ബി ഈക്വൽ ടു 1. ഫൈനൽ വൺ, ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് ax plus by plus c equal to 0. ജനറൽ ഫോം തന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. 3x plus 4y plus 5 equal to 0 എങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -3/4 minus a by b. അതാണ് ജനറൽ ഇക്വേഷൻ തന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല. ലാസ്റ്റ് റിസൾട്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് x1, y1 from the line ax plus by plus c equal to 0 is ax1 plus by1 plus c by root of s square plus b square. എന്താണ്? ഒരു പോയിന്റും ഒരു ലൈനും തന്നിരുന്നാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല, ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 plus by1 plus c by root of s square plus b square. നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് ആക്കി എഴുതാനാണ് മോഡുലസ് കൊടുക്കുന്നത്. ഇനി രണ്ട് പാരലൽ ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല, ഒന്നാമത്തെ ലൈൻ ax plus by plus c1 equal to 0, രണ്ടാമത്തെ ലൈൻ ax plus by plus c2 equal to 0 എങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് കാണുന്ന ഫോർമുല c2 minus c1 by root of s square plus b square. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 11, കോണിക് സെക്ഷൻസ്. ഈ ചാപ്റ്ററിലെയും കംപ്ലീറ്റ് പോർഷൻസും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 2023 ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 4 കോണിക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാനുള്ളത്. സർക്കിൾ, പരാബോള, എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. The equation of a circle with the center h, k and radius r is x minus h the whole square plus y minus k the whole square equal to r square. Center 0 0 അതായത് origin, radius r എങ്കിൽ equation of the circle എന്താണ്? x square plus y square equal to r square. Next one, important one. General equation of a circle is x square plus y square plus 2gx plus 2fy plus c equal to 0. x സ്ക്വയറിന്റെയും y സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം ഇവിടെ. ഓക്കെ, എങ്കിൽ സെന്റർ -g, -f, റേഡിയസ് √g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. x ന്റെ കോഎഫിഷ്യന്റ് 2g, y യുടെ കോഎഫിഷ്യന്റ് 2f, കോൺസ്റ്റന്റ് c എങ്കിൽ റേഡിയസ് കാണുന്ന ഫോർമുല √g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. സെന്റർ കാണുന്ന ഫോർമുല -g, -f. ഈ ജനറൽ ഇക്വേഷൻ ഈ ഫോർമുല ആണെങ്കിൽ മാത്രമേ സെന്ററും റേഡിയസും ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സോ സർക്കിൾ എന്ന് പറയുന്ന കോണിക്കിൽ ഇത്രയാണ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പരാബോള. 4 ടൈപ്പ് പരാബോളയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ പരാബോള, അതിന്റെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax. ഇതാണ് ഷേപ്പ്. ഈ പരാബോളയുടെ വെർട്ടെക്സ് ഈ പോയിന്റ് അതെന്താണ്? 0 0. ഫോക്കസ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ a ആണെങ്കിൽ ഫോക്കസ് a, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഈ ഫോക്കസിൽ കൂടി കടന്നു വന്ന പെർപെൻഡിക്കുലർ കോഡ്, അതിന്റെ ലെങ്ത് 4a ആയിരിക്കും. ഇക്വേഷൻ ഓഫ് ആക്സിസ് ദാറ്റ് ഈസ് എന്താണ്? y ഈക്വൽ ടു 0. അതായത് ഫോക്കസ് ലൈ ചെയ്യുന്ന ലൈൻ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ ലൈൻ x ആക്സിസ് ആണ്. അതിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഈ ലൈൻ ആണ്. അതെന്താണ്? x ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് a ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -a. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ നമ്മൾ റിവിഷൻ ക്ലാസ് ഷോർട്ട് കട്ടുകൾ പറയുന്നുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഈ പരാബോളയുടെ നെക്സ്റ്റ് വേർഷൻ ഇത് y സ്ക്വയർ ഈക്വൽ ടു 4ax. നേരെ തിരിഞ്ഞു വരുമ്പോൾ എന്ത് കിട്ടും? y സ്ക്വയർ ഈക്വൽ ടു -4ax. വെർട്ടെക്സ് 0 0. ഫോക്കസ് എപ്പോഴും പരാബോളയ്ക്കകത്ത് വരും. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -a, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് y സ്ക്വയർ വരുന്നാൽ y ഈക്വൽ ടു 0. x സ്ക്വയർ വന്നാൽ x ഈക്വൽ ടു 0. അതാണ് ഷോർട്ട് കട്ട്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് വരും. ഈ ലൈൻ x ഈക്വൽ ടു +a. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4ax, y സ്ക്വയർ ഈക്വൽ ടു -4ax രണ്ടും പരിചയപ്പെട്ട് കഴിഞ്ഞു. നെക്സ്റ്റ്, യു ഷേപ്പ് x സ്ക്വയർ ഈക്വൽ ടു 4ay. വെർട്ടെക്സ് 0 0. ഫോക്കസ് എവിടെ വരും? y ആക്സിസിൽ മേളിലോട്ട്. അപ്പൊ 0, a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എല്ലാ പരാബോളയ്ക്കും 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് x സ്ക്വയർ വന്നാൽ x ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ ലൈൻ x ആക്സിന് പാരലൽ. അപ്പോൾ എന്തുവരും? y ഈക്വൽ ടു ഡിസ്റ്റൻസ് -a. ഓക്കെ, നേരെ തിരിഞ്ഞു വരുന്നതാണ് അടുത്ത പരാബോള. ദാറ്റ് ഈസ് x സ്ക്വയർ ഈക്വൽ ടു -4ay. അല്ലെ, അവിടെ വെർട്ടെക്സ് 0 0. ഫോക്കസ് അകത്ത് വരും. ഇവിടെ താഴോട്ട് 0, -a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ആക്സിസിന്റെ ഇക്വേഷൻ x സ്ക്വയർ ആണെങ്കിൽ x ഈക്വൽ ടു 0. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു +a. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്നാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എലിപ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എലിപ്സ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് മേജർ ആക്സിസ് x ആക്സിസിൽ ലൈ ചെയ്യുന്ന ഫിഗർ, അതാണ് ഇത്. ഇതിന്റെ ഇക്വേഷൻ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1. x സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ്. a സ്ക്വയർ എന്ന് പറയുന്നത് വലുതായിരിക്കണം b സ്ക്വയറിനേക്കാളും. ഇവിടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. c സ്ക്വയർ ഈക്വൽ ടു എന്താണ്? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. c സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. c സ്ക്വയർ ഈക്വൽ ടു എന്താണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ. മാറിപ്പോകരുത്. എലിപ്സ് വരുമ്പോൾ c സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അപ്പൊ c ഈക്വൽ ടു √a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഫോക്കൈ 2 ഫോക്കസ് ഉണ്ട്, ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് +or - c, 0. അതായത് ഈ പോയിന്റ് c, 0, ഇത് -c, 0.
രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്ലസ് ഓർ മൈനസ് സി കോമ 0 എന്ന് പറയാം. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ കോമ 0, ഈ പോയിന്റ് എ, ഈ പോയിന്റ് അല്ലെ, ഈ പോയിന്റ് ഇത് മുതൽ ഇതൊരു ഡിസ്റ്റൻസ് എ ആണ് എങ്കിൽ ഈ പോയിന്റ് എ കോമ 0, ലെഫ്റ്റിൽ എന്ത് വരും മൈനസ് എ കോമ 0, രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ കോമ 0 എന്ന് പറയാം. എക്സെൻട്രിസിറ്റി, ഈ റേഷ്യോ ആണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? സി ബൈ എ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഒരു എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി ഒന്നിനേക്കാളും ചെറുതായിരിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണുന്ന ഫോർമുല 2b²/a. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേജർ ആക്സിസിന്റെ ലെങ്ത് 2a, മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b, എക്സെൻട്രിസിറ്റി c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a, ഫോക്കൈ പ്ലസ് ഓർ മൈനസ് സി കോമ 0, വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ കോമ 0. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പരും വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്ന വലിയ നമ്പരുമാണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പ്. അതിന്റെ ഫിഗർ ഇങ്ങനെ വരും. മേജർ ആക്സിസ് വൈ ആക്സിസിലായിരിക്കും. ഈ പരാബോളയിലും സി സ്ക്വയർ കാണുന്ന ഫോർമുല എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഫോക്കൈ വൈ ആക്സിസിൽ വരുന്നത് കൊണ്ട് നേരെ തിരിച്ചെഴുതുക. 0, പ്ലസ് ഓർ മൈനസ് സി, വെർട്ടിസസ് 0, പ്ലസ് ഓർ മൈനസ് എ. ബാക്കി ഫോർമുലകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. എക്സെൻട്രിസിറ്റി c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a, മേജർ ആക്സിസ് 2a, മൈനർ ആക്സിസ് 2b. വെരി വെരി ഇമ്പോർട്ടന്റ്. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ എലിപ്സിന് സമാനമായിട്ടുള്ള പ്രോപ്പർട്ടീസ് തന്നെയാണ് ഹൈപ്പർബോളയിലും. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഒന്നാമത്തെ ടൈപ്പ്, അതായത് ഈ കർവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/a² മൈനസ് y²/b² = 1. ഇവിടെയാണ് സി സ്ക്വയർ കാണുന്ന ഫോർമുല s² + b². ഫോക്കൈ നേരത്തെ അതേ ഫോർമുല പ്ലസ് ഓർ മൈനസ് സി കോമ 0, വെർട്ടിസസ് നോ ചേഞ്ച് പ്ലസ് ഓർ മൈനസ് എ കോമ 0, എക്സെൻട്രിസിറ്റി c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a, ലെങ്ത് ഓഫ് മേജർ ആക്സിസിന്റെ പേര് ഇവിടെ എങ്ങനെ മാറി? ട്രാൻസ്വേഴ്സ് ആക്സിസ് ദാറ്റ് ഈസ് 2a, ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2b. ഒന്നാമത്തെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ x²/a² മൈനസ് y²/b² = 1. s² വലുതായാലും ചെറുതായാലും അതൊരു വിഷയമേ അല്ല. ഈ ഇക്വേഷൻ ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരണം? y²/a² മൈനസ് x²/b² = 1. ഇതാണ് രണ്ടാമത്തെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. c² = a² + b². ഫോക്കൈ വെർട്ടിസസ് കോർഡിനേറ്റ് y ആക്സിസിൽ വരും. ലെങ്ത് 0, പ്ലസ് ഓർ മൈനസ് സി, വെർട്ടിസസ് 0, പ്ലസ് ഓർ മൈനസ് എ. ബാക്കി ഫോർമുലകൾക്കൊന്നും മാറ്റമില്ല. എക്സെൻട്രിസിറ്റി c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a, ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് 2a, കോൺജുഗേറ്റ് ആക്സിസിന്റെ ലെങ്ത് 2b. സോ ഒത്തിരി ചെറിയ ചെറിയ ഫോർമുലകളുണ്ട്. കൺഫ്യൂസിങ് ആവുകയാണെങ്കിൽ എലിപ്സ് മാത്രം പഠിക്കുക, പറ്റുമെങ്കിൽ പരാബോളോട് നോക്കുക, അല്ലെങ്കിൽ സർക്കിൾ നോക്കിയാലും മതിയാകും. നെക്സ്റ്റ് വളരെ ചെറിയ ചാപ്റ്റർ നമ്പർ 12, ഇൻട്രൊഡക്ഷൻ ടു 3D, 3-dimensional geometry. General point in space is x, y, z. സ്പേസിലുള്ള ഒരു പോയിന്റ് എടുത്താൽ അതിന് 3 പോയിന്റ് ഉണ്ടായിരിക്കും. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, z കോർഡിനേറ്റ്. A point in x axis is of the form x, 0, 0. ഒരു പോയിന്റ് x ആക്സിസിലാണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റും z കോർഡിനേറ്റും 0. സിമിലർലി y ആക്സിസിന്റെ x കോർഡിനേറ്റും z കോർഡിനേറ്റും 0. z ആക്സിസ് ആണെങ്കിൽ x കോർഡിനേറ്റും y കോർഡിനേറ്റും 0 ആയിരിക്കും. ഒരു പോയിന്റ് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ അതിന്റെ z കോർഡിനേറ്റ് 0 ആയിരിക്കും. ഒരു പോയിന്റ് എക്സ് z പ്ലെയിനിലാണെങ്കിൽ ആബ്സെന്റ് ആരാണ്? y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഒരു പോയിന്റ് y z പ്ലെയിനിലാണെങ്കിൽ അതിന്റെ x കോർഡിനേറ്റ് എന്തായിരിക്കും? 0. അല്ലേ? ദ കോർഡിനേറ്റ് പ്ലെയിൻ ഡിവൈഡ് ദ സ്പേസ് ഇൻടു 8 പാർട്സ്. ഈച്ച് പാർട്ട് ഈസ് കോൾഡ് ഒക്ടന്റ്. ആ ഒക്ടന്റിന്റെ സൈൻ കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ഒക്ടന്റ്, എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അത് 7ാമത്തെ ഒക്ടന്റ്. അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇത് ഏത് ഒക്ടന്റിൽ ലൈ ചെയ്യുന്നു പറഞ്ഞാൽ എക്സ് ഒ വൈ ഇസഡ് എന്ന് പറയും. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ എക്സ് വൈ ഇസഡ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ഒ വൈ ഇസഡ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈയും ഇസഡും പോസിറ്റീവ് എങ്കിൽ നമ്മൾ അത് പറയുന്നത് എക്സ് ഡാഷ് ഒ വൈ ഇസഡ് ഒക്ടന്റ് എന്ന് പറയും. നെഗറ്റീവ് വരുമ്പോൾ ഡാഷ് കൊടുത്ത് എഴുതുക. ഇവിടെ എന്തോരും? എക്സ് ഡാഷ് ഒ വൈ ഡാഷ് ഇസഡ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇതിനകത്ത് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരൊറ്റ ഫോർമുല ഇപ്പോഴുള്ളൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് x1, y1, z1 and x2, y2, z2 is distance between 2 points in 3D root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഈ ഫോർമുല യൂസ് ചെയ്ത് ചോദിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 13, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. If f of x is a polynomial function, then limit x tending to a f of x equal to f of a. x tending to a എന്ന് പറഞ്ഞാൽ x approach to a എന്നാണ്. ഓക്കെ, ആ കേസിൽ എഫ് പോളിനോമിയൽ ആണെങ്കിൽ എക്സിന് എ കൊടുത്താൽ ആ ലിമിറ്റിന്റെ വാല്യൂ കിട്ടും. ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം, എങ്കിൽ അതായിരിക്കും ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് റിവിഷൻ ക്ലാസ്, ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. ഈ 2 റിസൾട്ടുമാണ് നമുക്ക് ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലിമിറ്റിൽ. ഒന്ന്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഫോർമുല എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. നെക്സ്റ്റ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ആൻസർ എന്താണ്? 1. ഇവിടെ 3x വന്നാൽ താഴെയും 3x വന്നാൽ ആൻസർ എന്തായിരിക്കും? 1. ഇത്രയുമാണ് ലിമിറ്റിൽ ഓർത്തിരിക്കേണ്ടത് ഈ വർഷം. നെക്സ്റ്റ്, യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ 100% ഉണ്ടായിരിക്കും. അത് സൈൻ എക്സ് ആകാം, കോസ് എക്സ് ആകാം, 1/x. ഈ 3 ക്വസ്റ്റ്യനാണ് മാറി മാറി ചോദിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ എന്തറിയണം? ഈ ഫോർമുല അറിയണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല എഫ് ഡാഷ് എക്സ്. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ നൊട്ടേഷൻ. എഫ് പ്രൈം എക്സ് എന്നൊക്കെ പറയും. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഫോർമുല പഠിക്കൂ, 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല. ഇനി നമുക്ക് ചില സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഡെറിവേറ്റീവ് കാണാനുള്ളത് എല്ലാം കാണാതെ പഠിക്കണം. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിനെ യൂസ് ചെയ്ത് ചോദിക്കും. പ്രത്യേകിച്ച് കോഷ്യന്റ് റൂൾ, പ്രോഡക്റ്റ് റൂൾ, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഓൺലി 0. ഡെറിവേറ്റീവ് ഓഫ് എക്സ് that is equal to 1. root x ന്റെ ഡെറിവേറ്റീവ് 1/2 root x. 1/x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x square. sin x ന്റെ ഡെറിവേറ്റീവ് cos x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. tan x ന്റെ ഡെറിവേറ്റീവ് c square. cot x ന്റേത് മൈനസ് cos square x. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. cosec x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec x cot x. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. c വരുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ ആൻസറിൽ എന്ത് വേണം? മൈനസ്. കോസ് വന്നാൽ മൈനസ് സൈൻ എക്സ്, കൊട്ട് വന്നാൽ മൈനസ്, കൊസീക്ക് വന്നാൽ മൈനസ്. ഇനിയും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. ഇപ്പൊ ഒരു കോ കൊടുക്കുക, കോട്ട് ടാൻജന്റ് കോട്ട് എക്സ്, അവന്റെ ഡെറിവേറ്റീവ് കോ കൊടുത്താൽ മതി, മൈനസ് കൊസി സ്ക്വയർ എക്സ്. സിക് എക്സിന്റെ ഡെറിവേറ്റീവ് സിക് എക്സ് ടാൻ എക്സ്, കോ കൊടുക്കുക കൊസീക് എക്സ്, അവന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ഫോർമുലകൾ. ഓക്കെ, നെക്സ്റ്റ് d/dx ഓഫ് കോൺസ്റ്റന്റ് ഓൺലി വന്നാൽ 0. d/dx ഓഫ് കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കെ ഔട്ട്സൈഡ് എടുത്തിട്ട് d/dx ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടാൽ മതി. നെക്സ്റ്റ്, d/dx ഓഫ് സം ഓഫ് 2 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് 2 ഫംഗ്ഷൻ വന്നാൽ ഡെറിവേറ്റീവ് നമുക്ക് ടേം ബൈ ടേം ആയിട്ട് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. ഈ d/dx ഇവിടെയും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ പ്രോഡക്റ്റ് വന്നാൽ അങ്ങനെ പറ്റില്ല. അതിനൊരു റൂൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പ്രോഡക്റ്റ് റൂൾ. d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ദെൻ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ദെൻ ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇപ്പൊ തന്നെ പഠിക്കാം, വേറെ ഒന്നുമില്ല. 2 ഫംഗ്ഷന്റെ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ദെൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ, പഠിക്കാതെ പോകരുത്. d/dx ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഡിനോമിനേറ്റർ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ അതുപോലെ ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ഇത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ താഴെ ഇരിക്കുന്നത് അതുപോലെ ദെൻ മേളിലിരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലിരിക്കുന്നത് അതുപോലെ ദെൻ താഴെ ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. അങ്ങനെ പാട്ടും പാടി പഠിക്കാം. ആ ഫോർമുല ക്വോഷ്യന്റ് റൂൾ, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 15 സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. അത് മിക്കവാറും ഫൈൻഡ് മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ അതാണ് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ അത് കാണുന്ന ഫോർമുലയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ, അതായത് ക്ലാസ് ഫ്രീക്വൻസി തന്നിരുന്നാൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയും
ഒബ്സർവേഷനും തന്നിരുന്നാൽ എങ്ങനെ മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തും? മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ്(x) ബൈ ക്യാപിറ്റൽ N, വേർ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസീസ്. വേരിയൻസ് കാണുന്ന ഫോർമുല ഒരുപാട് ഫോർമുലകളുണ്ട്, ഇതാണ് ഏറ്റവും സിമ്പിൾ ഫോർമുല. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, ഈ ചാപ്റ്ററിൽ 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ N മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസ് കാണുന്ന ഫോർമുല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ്. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, ഇതുകൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, ചിലപ്പോൾ ചോദിക്കാം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ N. നെക്സ്റ്റ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, കുറച്ച് ഒബ്സർവേഷൻ മാത്രം തന്നാൽ അതിനെയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. എങ്കിൽ മീൻ കാണുന്ന ഫോർമുല സിഗ്മ എക്സ് ബൈ N, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എക്സ് സ്ക്വയർ ബൈ N മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ N. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെ പറഞ്ഞു റൂട്ട് ഓഫ് വേരിയൻസ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈ വർഷം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ നമ്പർ 16 പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് P of A കാണുന്ന ഫോർമുല N of A ബൈ N of S. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ്. അതിനെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു N of A ബൈ N of S. പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഒരിക്കലും പ്രോബബിലിറ്റി നെഗറ്റീവ് ആകത്തില്ല, ഗ്രേറ്റർ ദാൻ 1 ആകത്തില്ല. പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് 0, പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്താണ്? 1. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് P of A കോംപ്ലിമെന്റ് ഈക്വൽ ടു ഫോർമുല 1 മൈനസ് P of A. നെക്സ്റ്റ് വൺ വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. പ്രോബബിലിറ്റി ഓഫ് A or B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഈക്വൽ ടു P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. നെക്സ്റ്റ് വൺ പ്രോബബിലിറ്റി ഓഫ് A and B. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു P of A plus P of B minus P of A union B. Next one, P of A and not B. P of A intersection B complement equal to P of A minus P of A intersection B. 5, 6, 7, 8 ഈ 4 റിസൾട്ടും മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത് കുറച്ച് നൊട്ടേഷൻസ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നോട്ട് എ എന്ന് പറഞ്ഞാൽ A ഓർ B എന്ന് പറഞ്ഞാൽ P of A യൂണിയൻ B. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യുകയോ സെലക്ട് ചെയ്ത് പഠിക്കുകയോ ചെയ്യരുത്. ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കുക, ഈസി ആയിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഈ വർഷം സിലബസിൽ ഉൾപ്പെടുത്തിയ 14 ചാപ്റ്ററും ജസ്റ്റ് 1 അവറിനുള്ളിൽ ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും എക്സാമിനേഷൻ സമയത്ത് ഇത് ഒന്ന് കാണുന്നത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.